നമസ്കാരം. ഗോപൻ സ്വാമി സമാധിയായി. ഈ ഒരു പോസ്റ്റർ നെയ്യാറ്റിൻകരയിൽ പ്രത്യക്ഷപ്പെട്ടതോടെ ഉയർന്നു വന്നത് കേരളത്തിൽ അടുത്തിടെയൊന്നും കേട്ട് കേൾവിയില്ലാത്ത സമാധി വിവാദത്തിനാണ്. പിന്നീട് ഈ കല്ലറ തുറന്നതോടെ ഏറെക്കുറെ ഇതിന് വിരാമമാവുകയായിരുന്നു. സിദ്ധൻ ഭവനിൽ ഗോപനെ കാണാനില്ല എന്ന കേസായിരുന്നു പിന്നീട് ആദ്യം പോലീസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. പിന്നീട് ആ കല്ലറയ്ക്കുള്ളിൽ മൃതദേഹം കാണുമോ ഇല്ലയോ എന്നുള്ളൊക്കെ സംശയമായിരുന്നു. അങ്ങനെ ആ മൃതദേഹം ഒടുവിൽ കൗൺസിലർ സ്ഥിരീകരിച്ചു അത് ഗോപന്റെ തന്നെയാണ് മൃതദേഹം എന്ന്. പിന്നീട് ആ പ്രശ്നം അവസാനിച്ചു. പിന്നീട് അങ്ങോട്ട് ഗോപൻ സ്വാമി എങ്ങനെയാണ് മരിച്ചത് എന്ന് അറിയാനുള്ള ഒരു കാത്തിരിപ്പിനായിരുന്നു. പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ആൻസി, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിരിക്കുകയാണ്. അപ്പൊ എന്താണ് ആ ഒരു മരണകാരണമായിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ, മരണകാരണമല്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്താ പറയുന്നത്? ശരിക്കും ഗോപൻ സ്വാമിയുടെ സമാധി ഒരു കാലത്ത് അറിയാലോ, കഴിഞ്ഞ മാസം മുഴുവൻ ഈ ഒരു അതിന് പിന്നാലെയായിരുന്നു നമ്മൾ കേരളം മുഴുവൻ. മാത്രമല്ല ഏറ്റവും നിർണായകമായി മാറേണ്ടിയിരുന്നത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ആന്തരിക അവയവങ്ങളുടെ റിപ്പോർട്ടുമാണ്. അപ്പൊ ഇപ്പൊ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അന്ന് തന്നെ ചില സൂചനകൾ കിട്ടിയിരുന്നു, അസ്വാഭാവികത മരണത്തിൽ ഇല്ല എന്ന് അന്ന് തന്നെ ഒരു വിവരം കിട്ടിയതാണ്. ഇപ്പൊ വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഗോപൻ സ്വാമിക്ക് എങ്ങനെയാണ് മരണം സംഭവിച്ചത് എന്ന കാര്യങ്ങളല്ല, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം. ഇദ്ദേഹത്തിന് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടായിരുന്നത് ആ വീട്ടുകാർ തന്നെ പറയുന്നുണ്ടായിരുന്നു, ഡയബറ്റീസ് പേഷ്യന്റ് ആണ്, പിന്നെ അങ്ങനത്തെ കുറച്ച് രോഗങ്ങളൊക്കെ മനുഷ്യനുണ്ടായിരുന്നു. സമാധിയിരിക്കാൻ പോകുമ്പോൾ പോലും മെഡിസിൻ എടുത്തതിന് ശേഷമാണ് പോയതെന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ഈ ഹൃദയ ധമനികളിൽ 75% ബ്ലോക്ക് ഉണ്ടായിരുന്നു. മുഖത്തും മൂക്കിലും തലയിലുമായി 4 ചതവുണ്ട്. ഈ ചതവ് എങ്ങനെയെന്നത് ഒരു ചോദ്യം തന്നെയാണ്. പക്ഷേ രാസപരിശോധന ഫലം കൂടി വന്നാൽ മാത്രമേ എന്താണ് മരണ കാരണം എന്ന് സ്ഥിരീകരിക്കാൻ കഴിയൂ എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ഗോപൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മുഖത്തും മൂക്കിലും തലയിലുമായിട്ട് 4 ചതവുകളുണ്ട്. പക്ഷെ അത് മരണകാരണമായിട്ടില്ല എന്നാണ് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഈ ലിവർ സിറോസിസും വൃക്കകളിൽ സിസ്റ്റും കാലിൽ അൾസറുമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് രോഗങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. നമ്മളവിടെ പോയപ്പോഴൊക്കെ പലരും നമ്മളോട് പറഞ്ഞ കാര്യം, ഇത്രയും വയ്യാതെ കിടന്ന അല്ലെങ്കിൽ ഇത്രയും കിടപ്പിലായിരുന്ന ഒരു മനുഷ്യൻ വീട് എവിടെയാണെങ്കിൽ അങ്ങ് ദൂരെയാണ് സമാധി പീഠം, അപ്പൊ ഇത്രയും ഒരു ഗ്യാപ്പില് ആ മനുഷ്യൻ എങ്ങനെയാണ് പോയി സമാധി ആകുന്നത് എന്ന ചോദ്യമൊക്കെ പലരും ചോദിച്ചിരുന്നു. അപ്പം ഈ ഒരു ഇത്രയും രോഗാവസ്ഥയിലായിരുന്നു, ഇത്രയും രോഗങ്ങൾ ആ മനുഷ്യന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ആ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഈ മൃതദേഹം പുറത്തെടുക്കുന്ന സമയത്തൊക്കെ ഈ നെഞ്ചുവരെ പൂജാദ്രവ്യങ്ങളൊക്കെ മൂടിയ നിലയിലായിരുന്നു, അഴുകിയ നിലയിലായിരുന്നു ആ സമയത്ത് മൃതദേഹമൊക്കെ പുറത്തെടുത്തത്. അപ്പോ ഈ നെയ്യാറ്റിൻകരയിൽ പിതാവ് സമാധിയായെന്ന് മക്കൾ പോസ്റ്റർ ഒട്ടിച്ചതോടെയാണ് ഈ ഒരു വിഷയം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ചർച്ചയായത്. ഇനി സ്വയം സമാധി ആയതാണോ, മക്കൾ സമാധിയാക്കിയതാണോ എന്നൊക്കെയായിരുന്നു അതിൻ്റെ അടുത്തേക്ക് ഈ ചർച്ചകളൊക്കെ വന്നത്. നാട്ടുകാരെന്ന് വെച്ചാൽ കുറച്ചധികം ആൾക്കാർ അവർക്കറിയേണ്ടത് ഇത്രയും പ്രായമായിരിക്കും എത്തിക്കിടന്ന മനുഷ്യൻ എങ്ങനെ നടന്നുപോയി സമാധിയായി, ഇതായിരുന്നു നാട്ടുകാരുടെ പ്രധാന സംശയം. മാത്രമല്ല അദ്ദേഹം ആ കല്ലറയ്ക്കകത്തുണ്ടോ, ഇനി ആ ശരീരം ഉണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ശരീരമാണോ, അദ്ദേഹം എങ്ങനെ മരിച്ചു, അല്ലെങ്കിൽ സമാധിയാകുമ്പോൾ ഒരു റീസൺ ഉണ്ടാവുമല്ലോ, അതെങ്ങനെയാണ് സമാധി, ആ മരണ കാരണം എന്താണ് എന്നടക്കമുള്ള കാര്യങ്ങളായിരുന്നു പലർക്കും അറിയേണ്ടിയിരുന്നത്. അപ്പൊ എന്തായാലും ആ ഒരു ചോദ്യങ്ങൾക്കൊക്കെ ഒരു ഏതാണ്ട് ഉത്തരം കിട്ടിയിട്ടുണ്ട് അല്ലെ. അല്ലെ, ഈ പൊളിച്ച സമാധി തറയ്ക്ക് പിന്നീട് പുതിയ സമാധി തറയൊക്കെ കെട്ടി ചടങ്ങിൽ വലിയ സന്യാസിമാരുൾപ്പെടെ പങ്കെടുത്തൊക്കെ ഭയങ്കര എന്താ പറയാ തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാനുള്ള ഒരു മുൻകരുതലോട് തന്നെയായിരുന്നു പിന്നീട് അങ്ങോട്ട് എല്ലാ കാര്യങ്ങളും അവർ ചെയ്തത്. എന്താ പറയാ, വൻ വിവാദങ്ങൾക്കാണ് ഈ നെയ്യാറ്റിൻകര ഗോപൻ സമാധി വഴിവെച്ചത്. ഇരുത്തിയ നിലയിൽ കല്ലറ തുറന്നപ്പോ കണ്ടതായിരുന്നു, ഇരുത്തിയ നിലയിൽ ഭസ്മവും പൂജാദ്രവ്യവും ഒക്കെ കൊണ്ട് മൂടിയിരുന്നു. അതായത് ജനുവരി 9 സ്വർഗവാതിൽ ഏകാദശി ദിവസം പിതാവിന്റെ ആഗ്രഹപ്രകാരം സമാധി ഇരുത്തി എന്നാണ് ഈ മക്കളുടെ മൊഴി. പിന്നീടായിരുന്നു തുടർന്ന് ഈ വിവാദം ഒക്കെ ഉയർന്നത്. പിന്നീട് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അസ്വാഭാവികമായിട്ടൊന്നും കണ്ടെത്തിയിട്ടില്ല. പക്ഷെ എന്താ പറയാ, രാസപരിശോധനാ ഫലം അത് നിർണായകമാണ്. അത് പുറത്തു വന്നാൽ മാത്രമേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മരണകാരണം എന്താണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോ എന്താ പറയാ, ഇതോടെ കുടുംബത്തെ കുറച്ചുകൂടി ഒന്ന് ബൂസ്റ്റ് ചെയ്ത് പല സംഘടനകളൊക്കെ രംഗത്ത് വന്നിരുന്നു. പിന്നീട് ഈ മോർച്ചറി തൊട്ട് വീട് വരെയും ഘോഷയാത്രയോടെയൊക്കെ അതിന്റെ അകമ്പടിയോടെയൊക്കെ ആയിരുന്നു ഈ മഹാസമാധി ഇരുത്താനൊക്കെ കൊണ്ടുപോയത്. കേരളം കണ്ട കാഴ്ചകളാണ്. പിന്നീട് ഈ ഒരു സമാധി കഴിഞ്ഞ ശേഷം കുടുംബത്തിന്റെ പ്രതികരണമൊക്കെ ഭാര്യ വന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് കുടുംബത്തിൽ ആകെ ദാരിദ്ര്യം ആണെന്നാണ്.
ഗോപന്റെ ഭാര്യ സുലോചന പറഞ്ഞത്. കുടുംബത്തിലെ വരുമാന മാർഗമായ പശുവിനൊക്കെ വിറ്റിട്ടാണ് സമാധി തറയിൽ പ്രതിഷ്ഠിക്കാനുള്ള ശിവലിംഗത്തിന് ഓർഡർ ഒക്കെ കൊടുത്തത്. കുടുംബം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. പിന്നെ ചില സംഘടനകളൊക്കെ ഇടപെട്ടിട്ടാണ് സമാധി ചെലവ് നടത്തിയത്, പീഠം നിർമ്മിച്ചതെന്നൊക്കെ അവർ പറഞ്ഞിരുന്നു. അല്ലേ? അതെ അതെ, പറഞ്ഞു. അതായത് ഈ അവരുടെ ഉദ്ദേശം, അത് അവര് തുടക്കം മുതലേ പറഞ്ഞിട്ടിരുന്നത് എന്താ, ഞങ്ങളുടെ പിതാവ് സമാധിയായതാണ്, അപ്പോ ഞങ്ങൾക്ക് അവിടെ ആ സമാധി പീഠം പണിയും, അവിടെ ഒരുപാട് തീർത്ഥാടന കേന്ദ്രമാക്കും, അങ്ങനെ ഒരു ലക്ഷ്യമായിരുന്നു ഈ മക്കൾക്കുണ്ടായിരുന്നത്. ഈ സമാധി സ്ഥലം സന്ദർശിക്കാൻ ഒരുപാട് പേര് ഇവിടെ എത്തുന്നുണ്ട് എന്നതടക്കമുള്ള ഒരു വെളിപ്പെടുത്തല്, ഒരു തുറന്നു പറച്ചിൽ ഇടയ്ക്ക് ഉണ്ടായിരുന്നു. ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ധ്യാനം ഇരിക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് ഒരു ഷെഡ് കെട്ടണമെന്ന് പലരും പറഞ്ഞു എന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നും ഇവർ വെളിപ്പെടുത്തിയിരുന്നു. ഇനി ശിവലിംഗം സ്ഥാപിക്കുന്നതിന് മുമ്പ് അഭിഷേകവും പൂജയും ഉണ്ട്. ക്ഷേത്രത്തിന് വേണ്ടി എല്ലാം മയിലാടിയിൽ നിന്നാണ് ഓർഡർ കൊടുത്തത്. ശിവലിംഗത്തിന് ഓർഡർ കൊടുത്തു. ഇതിന്റെ ചെലവിനായി പശുവിനെ കൊടുത്തു. പശുവിൽ നിന്നായിരുന്നു കുടുംബത്തിലെ ചെലവ് നടന്നു വന്നത് എന്നൊക്കെയാണ് മാതാവ് പറഞ്ഞത്. അത് അത്തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. പക്ഷെ ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോ ഇതില് വലിയൊരു ട്വിസ്റ്റ് വന്നു. അതായത് കൈലാസനാഥൻ ഒരു കൊതുക് പോലും കടിക്കാൻ തങ്ങളെ അനുവദിച്ചതെന്നൊക്കെയാണ് ഇവരൊന്ന് പറഞ്ഞത്. നേരത്തെ ദാരിദ്ര്യമായിരുന്നു പറഞ്ഞത്, പക്ഷെ ഇപ്പോൾ ഒരു കൊതുക് പോലും കടിക്കാൻ സമ്മതിച്ചിട്ടില്ല എന്നൊക്കെയാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞത്. അതായത് ഭഗവാന്റെ മുന്നിൽ തങ്ങൾ കള്ളം ഒന്നും പറയത്തില്ല, നിങ്ങൾക്കും എനിക്കും എല്ലാം ഉയിര് തരുന്നത് ഭഗവാനാണ്. അത് അങ്ങനെയാണ്, ദൈവം തന്നെയാണ് നമുക്കും എല്ലാവർക്കും ഉയിര് തരുന്നത്. അപ്പൊ ഈ മഹാദേവന്റെ നടയിൽ സത്യമേ പറയാനാവൂ എന്നൊക്കെയാണ് കുടുംബം പ്രതികരിച്ചത്. ചുമട്ട് തൊഴിലാളിയാണ്, കൂലിപ്പണിക്കാരനാണ്, മരം മുറിക്കുന്ന ആളാണ്, മരത്തടിയൊക്കെ ചുമന്ന് പണിത ക്ഷേത്രമാണ് എന്നൊക്കെയാണ് പറയുന്നത്. അതെ, എന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല. പിന്നെ അത് പോരാഞ്ഞിട്ട് ഈ ഹിന്ദു ധർമ്മത്തെ കുറിച്ചും സനാതന ധർമ്മത്തെ കുറിച്ചും ഈ ത്യാഗം സഹിച്ചതിനെ കുറിച്ചും ഒക്കെ കുടുംബം പറയുന്നുണ്ട്. അതെ, അപ്പൊ അങ്ങനെ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു മുറിവും ശരീരത്തിൽ ഇല്ല. ഇല്ലാത്തത് എന്തിനാണ് പറയുന്നതെന്നാണ് അവർ ചോദിക്കുന്നത്. കൈലാസനാഥം കൂടെ ഉണ്ട്, ഇല്ലാത്ത കാര്യം പറഞ്ഞ് ഭഗവാന്റെ മുന്നിൽ വിജയിക്കാൻ ആർക്കും സാധിക്കില്ല എന്നൊക്കെ കുടുംബം തന്നെ ഒരു മുന്നറിയിപ്പായിട്ട് നമുക്ക് പറയുന്നുണ്ട്. അതായത് അവര് തുടക്കം മുതല് സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത്. ഈ കുടുംബം, അതായത് അമ്മയും അതുപോലെ തന്നെ 2 മക്കളും ഒരേ പിടിയിൽ, അതായത് ഒന്നും അച്ഛൻ സമാധിയായതാണ്, ആ ഒരു നിലപാടിൽ തന്നെയാണ് 3 പേരും തുടക്കം മുതൽ ഉറച്ചു നിന്നത്. അത് മാത്രമല്ല, അവര് പറഞ്ഞ് നിരത്തിയ ഒരുപാട് കാര്യങ്ങൾ അല്ലെ, അതെല്ലാം അവരത് ആ ഒരു ഇതിൽ തന്നെ അന്നും ഇന്നും ഒക്കെ ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു റിപ്പോർട്ട് പുറത്തു വരുമ്പോഴും അവർക്ക് ആ ഒരു ആത്മവിശ്വാസം ഉണ്ട്. അവരെ ആ ഒരു ആത്മവിശ്വാസം അവരിപ്പോ നമുക്കറിയാം, അവരുടെ വക്കീല് തന്നെ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ഒതുങ്ങിയ ഒരു പ്രദേശത്ത്, ഒരു നാട്ടിൻപുറത്ത് ജീവിക്കുന്നവരാണ്. അപ്പൊ അവർക്ക് അവരുടെ വിശ്വാസം, അവരുടെ ആചാരങ്ങള്, അവരുടെ മറ്റനുഷ്ഠാനങ്ങൾ, അതിനൊക്കെ പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്നവരാണ്. ഒരു പാവം പിടിച്ച ഒരു കുടുംബമാണ്. അപ്പൊ അവർക്ക് വിശ്വാസം, അതൊക്കെയാണ് അവര് വലുതായിട്ട് കാണുന്നത്. അപ്പൊ അവരുടെ വിശ്വാസത്തെ പലരും കളിയാക്കാൻ ശ്രമിച്ചു, പലരും ആക്ഷേപിച്ചു. ഈ പാവം പിടിച്ച കുടുംബത്തെ പലരും അപമാനിച്ചു. അല്ലെങ്കിൽ അവരുടെ ഇത്രയും വളരെയധികം സൈബർ ബുള്ളിങ്ങിലൂടെയാണ് ആ കുടുംബം കടന്നുപോയത്. നമുക്കറിയാവുന്നതാണ്. പക്ഷേ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു മാധ്യമങ്ങൾ അവരെ അങ്ങനെ പരിഹസിച്ചതൊന്നുമല്ല. മാധ്യമങ്ങളല്ല, മുതിർന്ന മാധ്യമങ്ങളല്ല, മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഒരു സംഭവം ഉണ്ടായാൽ ഉറപ്പായിട്ട് മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യും. ആ ഒരു സംഭവം ഉണ്ടായ മാധ്യമങ്ങൾ പലരുടെയും പ്രതികരണം എടുക്കും. അവർക്ക് ആൾക്കാർക്ക് പറയാനുള്ള ഒരു അവസരം ഞങ്ങൾ ഒരുക്കി കൊടുക്കും. നമ്മൾ അത് റിപ്പോർട്ട് ചെയ്യും. അത് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ബാക്കി സോഷ്യൽ മീഡിയയിലുള്ള സൈബർ ബുള്ളിങ്, ആക്ഷേപം, ട്രോള്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ കുടുംബം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോ ഒരു ഏതാണ്ട് എല്ലാം ഒന്ന് തെളിഞ്ഞു വരുന്നൊരു മട്ടാണ്. എന്തായാലും ആന്തരിക അവയവങ്ങളുടെ ആ ഒരു പരിശോധന ഫലം കൂടി കിട്ടാനുണ്ട്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടില് ഗോപന്റെ മുഖത്തും തലയിലും മൂക്കിലും ചതവുണ്ടായിരുന്നെന്നും എന്നാൽ ആഴത്തിലുള്ള മുറിവുകൾ ഇല്ല എന്നുമാണ് റിപ്പോർട്ടിലുള്ളത്. ഈ ചതവുകൾ മരണകാരണമായിട്ടില്ല എന്നും കണ്ടെത്തിയിരിക്കുകയാണ്. മാത്രമല്ല അതിനെ സാധൂകരിക്കാനാണ് അവരുടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ്. ആരോഗ്യത്തിന് ഒരു കുറവുമില്ല, കാരണം കൃത്യമായി ഭക്ഷണവും ആഹാരവും എല്ലാം കഴിക്കും, ശരീരപുഷ്ടിയിൽ ഒരു കുറവുമില്ല. എന്ന് വെച്ചാൽ പ്രായം അനുസരിച്ചുള്ള കാഴ്ചക്കുറവ്, ഇങ്ങനെ വെപ്രാളപ്പെട്ട് നടക്കാനാകില്ല, അങ്ങനത്തെ ചില ബുദ്ധിമുട്ടുകൾ മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ എന്നും പിന്നെ അദ്ദേഹം നല്ല രീതിയിൽ ആഹാരം കഴിക്കുമായിരുന്നു, കാലിന് മാത്രം അദ്ദേഹത്തിന് മുറിവുണ്ടായിരുന്നു, ദിവസവും കുളിക്കുന്ന ആളായിരുന്നു, നെറ്റിയിലുള്ളത് മുറിവല്ല, പണ്ട് എവിടെയോ തട്ടിയ തഴമ്പാണ്, മുറിവല്ല എന്നൊക്കെയാണ് ഈ കുടുംബം പറഞ്ഞത്. അപ്പോ കുടുംബത്തിന് അറിയാലോ,
കുടുംബത്തിന് ആ വ്യക്തിയെ പറ്റി അറിയാലോ. അപ്പൊ അവർ ആ കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും ഏതാണ്ട് ഒരു വലിയൊരു കാർമേഘം ഇങ്ങനെ മാഞ്ഞു പോകുന്നത് പോലെ വലിയ നെയ്യാറ്റിൻകര സമാധി, നെയ്യാറ്റിൻകര ഗോപന് സംഭവിച്ചത് എന്താണ് എന്ന വലിയ ചോദ്യങ്ങൾക്കൊക്കെ ഏതാണ്ട് ചെറിയ രീതിയിൽ മറുപടി കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇനി ആ ഒരു രാസപരിശോധന ഫലം കൂടി കിട്ടിക്കഴിയുമ്പോൾ കുറച്ച് എല്ലാ കാര്യത്തിലും ഒരു വ്യക്തത വരും. അതെ, രാസപരിശോധന ഫലം പുറത്ത് വരുന്നതിന് മുന്നേ തന്നെ ചിലപ്പോ നമ്മള് പലതിനും സാക്ഷിയാകേണ്ടി വരും. പലതിനും സാക്ഷിയാകേണ്ടി വരും. അതായത് ഗോപന് പിന്നെ വലിയ ക്ഷേത്രം പണിയുമെന്നാണ് മകൻ രാജസേനൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അവിടെ ഉത്സവം നടത്തും, കേസ് കഴിയുന്നതോടെ തീർത്ഥാടന കേന്ദ്രം ഒരുക്കും എന്നൊക്കെയാണ് രാജസേനൻ പറഞ്ഞത്. ക്ഷേത്രത്തിൽ ശുദ്ധികലാശം എല്ലാം കഴിഞ്ഞ ശേഷം നിത്യപൂജയും ദർശനം ഉണ്ടായിരിക്കും. ആചാര്യ ഗുരുക്കളുമായി ആലോചിച്ച് ശുദ്ധികലാശം നടത്തും. ഇന്നല്ല നാളെയെങ്കിലും വിശ്വാസികൾ എത്തും. പക്ഷെ അവിടെ മാധ്യമങ്ങള് റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോ അവിടെ അങ്ങനെ ആരും ഇല്ലായിരുന്നു. പക്ഷെ അവർ ആഗ്രഹം അവർ പ്രകടിപ്പിക്കുന്നതായിരിക്കും. അവർക്ക് അച്ഛന്റെ ആഗ്രഹം സമാധിയാകണം, അച്ഛന്റെ ആഗ്രഹം അവിടെ ക്ഷേത്രം പണിയണമെന്നായിരുന്നു. ആ ഒരു ആഗ്രഹത്തിനൊത്ത് മക്കൾ നിന്നു. അപ്പൊ അവരുടെ ആഗ്രഹമാണത്, ഒരു തീർത്ഥാടന കേന്ദ്രമാകണം, ഒരുപാട് ആൾക്കാർ എത്തണം, അതൊക്കെ അവരുടെ ആഗ്രഹം അവർ പറയുന്നതാണ്. ജാതി മത ഭേദമന്യേ എല്ലാവർക്കും സ്വാഗതം എന്നാണ് മക്കൾ പ്രതികരിച്ചിട്ടുള്ളത്. അപ്പോ അതായത് ഇവര് പറയുന്നത് രാവിലെ 3:30 നട തുറക്കും. ആ സമയം മുതൽ ആളുകൾക്ക് വരാം. വൈകിട്ട് 8 മണിയോടെ നട അടയ്ക്കും. പിന്നെ ശുദ്ധികലാശത്തിന് ശേഷം പൂജയും ഉത്സവങ്ങളും ഒക്കെ കാണുമെന്നൊക്കെയാണ് ഇവര് പറയുന്നത്. അതായത് നമ്മൾ ഈ സംഭവം ഉണ്ടായതിന്റെ ആ സമയത്ത് നമ്മൾ അവിടെ പോകുമ്പോൾ നാട്ടുകാർ പ്രധാനമായിട്ടും, അതായത് ഇവരുടെ വീട് എവിടെയെങ്കിൽ ഈ ഒരു സൈഡിൽ ഒരു ക്ഷേത്രമുണ്ട്, അതിനപ്പുറത്താണ് ഈ സമാധി പീഠം. അപ്പൊ ഇതൊരു ശിവക്ഷേത്രമാണ്. അവിടെ എപ്പോഴും ഓം ഓം എന്ന് പറഞ്ഞുള്ള ആ ഒരു മ്യൂസിക് ഇട്ടിട്ടുണ്ട്. അപ്പോ ഈ ക്ഷേത്രം പണ്ട് ആൾക്കാർ വന്ന് തൊഴുമായിരുന്നു. പക്ഷെ പിന്നീട് ഈ വീട്ടുകാര് അവര് ആൾക്കാരെ തൊഴാൻ അനുവദിക്കില്ല. മാത്രമല്ല വരുന്നവര് ഇവര് തന്നെ കുറെ സ്ട്രിക്റ്റ് നിയമങ്ങൾ ഉണ്ടാക്കി. അപ്പൊ അത് പാലിക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പൊ പിന്നീട് ആ ക്ഷേത്രം അടയ്ക്കപ്പെടുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പോയി തൊഴാൻ പറ്റാത്തൊരവസ്ഥയിൽ കാര്യങ്ങളാകുന്നു. അപ്പൊ നാട്ടുകാർ പ്രധാനമായിട്ടും നമ്മളോട് അന്ന് പ്രതികരിച്ചത് ആ ക്ഷേത്രം ഞങ്ങൾക്ക് തൊഴാൻ പറ്റണം, ഞങ്ങൾക്ക് തുറന്നു കിട്ടണം, അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. അപ്പൊ എന്തായാലും അതിനൊരു വിശദീകരണം അവർ നൽകിയത് ഈ പുള്ളിയായിരുന്നു പൂജ, അതായത് ഗോപൻ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു പൂജ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അദ്ദേഹം പ്രായാധിക്യത്തിലായതോടെ അതുകൊണ്ടാണ് ആ ക്ഷേത്രത്തിൽ പിന്നീട് പൂജകളൊന്നും നടക്കാതിരുന്നത് എന്നാണ് അവർ നൽകുന്ന വിശദീകരണം. അപ്പോ ഈ ഒരു ആവശ്യം നാട്ടുകാർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഇനി ഒരു തീർത്ഥാടന കേന്ദ്രമാകുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യത്തിലേക്ക് അവർ പോകുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആൾക്കാർ ഇനി പ്രവേശിപ്പിച്ചല്ലേ പറ്റുള്ളൂ, ആൾക്കാർ വരണമല്ലോ. പിന്നെ ഈ മരണത്തിലെ ദുരൂഹത നീങ്ങാൻ 3 പരിശോധനാ ഫലങ്ങളാണ് ഇനി കിട്ടേണ്ടത്. ശ്വാസകോശത്തില് എന്തെങ്കിലും കടന്നിട്ടുണ്ടോ എന്ന് അറിയാനുള്ള രാസപരിശോധനാ ഫലം, ഫോറൻസിക് സയൻസ് ലാബ് ടെസ്റ്റ് ഫലം, ആന്തരിക അവയവങ്ങൾക്ക് മുറിവോ മറ്റോ ഉണ്ടോ എന്നറിയാൻ ഫിസ്റ്റോ പത്തോളജിക്കൽ ഫലം എന്നിവയാണ് ഇനി കിട്ടാനുള്ളത്. ഇനി അതും കൂടി കിട്ടുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാകില്ല എന്ന് തോന്നുന്നു. കാരണം അവരുടെ ഒരു കോൺഫിഡൻസ് തന്നെ നമുക്കറിയാൻ പറ്റുന്നു. മറ്റുള്ളവരുടെ, അതായത് നമ്മുടെ സംശയമല്ല, മറ്റുള്ള നാട്ടുകാരുടെയും മറ്റ് ബന്ധുക്കളുടെ ഒക്കെ സംശയം പോലെ മറ്റു ദുരൂഹതകളൊന്നും ഇല്ല എന്ന് അവരുടെ ഒരു കോൺഫിഡൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സമാധി സ്ഥലത്ത് വെച്ച് ശ്വാസകോശത്തിൽ ഭസ്മം കടന്നിട്ടുണ്ടോ എന്ന സംശയം നിലനിൽക്കുകയാണ്. അപ്പൊ എന്തായാലും ഈ രാസപരിശോധനാ ഫലം വന്നാൽ മാത്രമേ ശ്വാസകോശത്തില് ഭസ്മം കടന്നിട്ടുണ്ടോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതായത് മൃതദേഹം എടുക്കുമ്പോൾ പോലും ഹൃദയഭാഗം വരെ കർപ്പൂരവും ഭസ്മം അടക്കമുള്ള സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ടാണ് മൂടിയിരുന്നത്. അപ്പോ ഈ ശിരസിലെ വിഗ്രഹത്തില് ചാർത്തതുപോലെ കളഭം ചാർത്തിയ ശേഷം പിതാവ് വാങ്ങി വെച്ചിരുന്ന ശില എടുത്ത് സമാധി മണ്ഡപം മൂടിയെന്നാണ് മക്കൾ പറഞ്ഞത്. അപ്പോ കല്ലറ പൊളിച്ചപ്പോൾ മക്കൾ പറഞ്ഞത് ശരിവെക്കുന്ന രീതി തന്നെയായിരുന്നു. പക്ഷെ എന്തൊക്കെ തന്നെയായിരുന്നാലും ഈ കേരളത്തിലെ ഒന്നാകെ ചർച്ചയായി മാറിയ ഈ ഒരു വിഷയത്തില് എന്താണ് നെയ്യാറ്റിൻകര ഗോപന്റെ മരണത്തിലേക്ക് വഴിവെച്ചത്, അല്ലെങ്കിൽ മരണകാരണം എന്താണ് എന്ന ആ ഒരു ദുരൂഹത നീങ്ങണമെന്നുണ്ടെങ്കിൽ രാസപരിശോധനാ ഫലം അത് കിട്ടിയേ പറ്റും. ആ ഒരു രാസപരിശോധനാ ഫലം വന്നാൽ മാത്രമേ ഇതിലൊരു കൃത്യമായ ഒരു വിവരം പുറത്തു വരികയുള്ളൂ. നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് ആ നെയ്യാറ്റിൻകര സ്വാമി സമാധി വിവാദത്തിന്റെ ഒരു നാൾ വഴി ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. അതായത് ഒരു ദിവസം ഇവര് ഗേറ്റില് ഒരു പോസ്റ്റർ കാണുന്നു, നെയ്യാറ്റിൻകര ഗോപൻ സമാധിയായി എന്ന് ഒരു പോസ്റ്റർ കാണുന്നു. അപ്പോ ഡേറ്റ് വെച്ചിരിക്കുന്നത് 2 ദിവസം മുന്നേ ഉള്ള ഒരു ഡേറ്റ്, അങ്ങനെ എന്താണ് ഡേറ്റ് വേറെയാണ്. അതായത്
ഈ പോസ്റ്റർ വയ്ക്കുന്നതിന്റെ 2 ദിവസം 1 ദിവസം മുന്നേ എന്തോ അദ്ദേഹം മരിച്ചിരിക്കുന്നു. അപ്പൊ നാട്ടുകാർ ഈ ഒരു പോസ്റ്റർ കണ്ടിട്ട് മാത്രമാണ് അദ്ദേഹം മരിച്ചു എന്ന കാര്യം അറിയുന്നത്. അപ്പൊ കുറച്ച് നാട്ടുകാർ വീട്ടിൽ പോകുന്നു, അദ്ദേഹത്തിന് എന്ത് പറ്റിയെന്ന് അറിയുന്നു. അപ്പൊ ഇവര് അച്ഛൻ സമാധിയായി, അദ്ദേഹം മരിച്ചു എന്നല്ല, സമാധിയായി, അദ്ദേഹം സമാധിയായി, ഞങ്ങൾ അടക്കി. അതായത് ഒരു സമാധി പീഠത്തിനുള്ളിൽ വെച്ച് ഞങ്ങൾ പൂജാ കർമ്മം പ്രകാരം അദ്ദേഹത്തെ സമാധിയാക്കിയിട്ടുണ്ട്. ഈ അദ്ദേഹം സമാധിയാകുന്നത് മറ്റാരും കാണാൻ പാടില്ല എന്നതുകൊണ്ട് ഞങ്ങൾ നാട്ടുകാരെ ഒന്നും അറിയിച്ചില്ല. അദ്ദേഹം പറഞ്ഞിരുന്നു, ഞാൻ മരിക്കുമ്പോൾ എന്റെ ശരീരം ആരെയും കാണിക്കരുത്, എങ്കിൽ ആ ഒരു സമാധി പൂജ അല്ലെങ്കിൽ കർമ്മങ്ങൾ പൂർത്തിയാകില്ല, മറ്റാരെയും കാണിക്കരുതെന്ന് പറയുന്നു. അതനുസരിച്ച് എന്ത് ചെയ്യുന്നു, ഈ മക്കൾ അതുപോലെ തന്നെ അദ്ദേഹത്തെ സമാധിയാക്കുന്നു, നാട്ടുകാരെ ഒന്നും അറിയിക്കാതെ സമാധിയാക്കുന്നു. മൃതദേഹമൊന്നും ആരും കണ്ടിട്ടില്ല. അപ്പൊ ഇതാണ് ഈ നാട്ടുകാർക്കും ചില ബന്ധുക്കൾക്കും ഒക്കെ വളരെ ദുരൂഹമായി തോന്നിയത്. അദ്ദേഹത്തെ അവസാനമായിട്ട് മരിച്ചു എന്ന് പറയാൻ പാകത്തിന് അദ്ദേഹത്തിന് മൃതദേഹം ഒന്നും ഇവർ ആരും കണ്ടിട്ടില്ല. അപ്പൊ എല്ലാവർക്കും സംശയമാവുന്നു, ശരിക്കും അദ്ദേഹം സമാധിയായോ അല്ലെങ്കിൽ അദ്ദേഹം മരിച്ചെങ്കിൽ കാരണം എന്താണ്? ശരി, അങ്ങനെ മരിച്ചെങ്കിൽ ആ സമാധി ഉള്ളിലുള്ളത് അദ്ദേഹം തന്നെയാണോ? അദ്ദേഹത്തിന്റെ ശരീരം അതിനകത്തുണ്ടോ? അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവിച്ചോ? എന്താണ് ഇതിൽ ഉണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയാനായി ചിലർ മുന്നോട്ട് വരുന്നു. അപ്പൊ അതനുസരിച്ച് ഈ ഭരണകൂടം, അതായത് സബ് കളക്ടർ അടക്കമുള്ളവർ എന്ത് ചെയ്യുന്നു, ഈ ഒരു സമാധിപീഠം പൊളിച്ചു മാറ്റാം എന്നൊരു ഉത്തരവ് നൽകുന്നു. അതിനായി പോലീസ് എത്തുന്നു. ഈ സമാധിപീഠം പൊളിച്ച് ഇടിച്ച് ആ മൃതദേഹം അല്ലെങ്കിൽ അതിനകത്തുള്ളത് ഗോവിന്ദ സ്വാമിയുടെ മൃതദേഹമാണോ എന്ന് അറിയാനുള്ള ഒരു കൺഫർമേഷൻ വരുത്താനായിട്ട് അത് പൊളിക്കാൻ വേണ്ടി എത്തുന്നു. അന്നാണ് ശരിക്കും വലിയ രീതിയിലുള്ള ഒരു എന്താ വാർത്താ പ്രാധാന്യത്തിലേക്ക് കാര്യങ്ങൾ കടന്നത്. അതായത് ഇത് തടയാനായി കുടുംബം തന്നെ 4 പേര്, അതായത് ഭാര്യ, 2 മക്കള്, അതുപോലെ തന്നെ മരുമകൾ, ഇത്രയും പേര് ഈ സമാധി പീഠത്തിന് ചുറ്റും അവരെന്താ തടസ്സപ്പെടുത്തി, ഞങ്ങളെ കൊന്നിട്ടല്ലാതെ ഈ സമാധി പീഠം പൊളിക്കാൻ അനുവദിക്കില്ല എന്ന് ഇവർ പറയുന്നു. വലിയ രീതിയിലുള്ള സമരം, പ്രതിഷേധം, കല്ലറ പൊളിക്കാൻ ഇവർ അനുവദിക്കുന്നില്ല. മാത്രമല്ല ഇവർക്ക് പിന്തുണയുമായിട്ട് ചില ഹിന്ദു സംഘടനകളും പിന്നെ ഇവരുടെ സാമുദായിക നേതാക്കന്മാരടക്കം രംഗത്ത് വരുന്നു. നിയമ നടപടിയിലേക്ക് കടക്കാം. ഇതൊരു വിശ്വാസമാണ്, ഇതൊരു ആചാരമാണ്. ഈ നാട്ടില് വിശ്വാസവും ആചാരവും ഒക്കെ നടപ്പിലാക്കാനുള്ള അവകാശമുണ്ട്. അപ്പൊ അത് അവരുടെ ആ വിശ്വാസവും ആചാരവും തടയപ്പെടരുത് എന്ന് ഒരു പോയിന്റ് കൂടി മുന്നോട്ട് വയ്ക്കുന്നു. അപ്പൊ അവിടെ അന്ന് നിന്ന നാട്ടുകാരെല്ലാം പറഞ്ഞത്, ഞങ്ങൾക്ക് വേറൊന്നും അറിയണ്ട, അവരുടെ വിശ്വാസവും ആചാരവും ഒക്കെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ, അതിന് ഞങ്ങൾ തടസ്സപ്പെടുത്തുന്നില്ല. അതിനകത്ത് ഗോപൻ സ്വാമി ഉണ്ടോ? ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മൃതദേഹമാണോ ആ കല്ലറയ്ക്കുള്ളിൽ ഉള്ളത്? കല്ലറയല്ല, സമാധി പീഠത്തിനുള്ളത് അദ്ദേഹം എങ്ങനെ മരിച്ചു? ഈ 2 കാര്യങ്ങൾ മാത്രം ഞങ്ങൾക്ക് അറിഞ്ഞാൽ മതി എന്നാണ് പലരും മുന്നോട്ട് വെച്ച ആവശ്യം. അപ്പൊ അതറിയുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ആ ഒരു സമാധി പീഠം പൊളിക്കാൻ എത്തിയത്. പക്ഷെ അന്ന് ആ ശ്രമം പരാജയപ്പെടുന്നു. അപ്പൊ നേരെ ഈ ഒരു വിഷയം കോടതിക്ക് മുന്നിൽ എത്തുന്നു. ഹൈക്കോടതി വളരെ പെട്ടെന്ന് തന്നെ ഈ വിഷയം പരിഗണിക്കുന്നു. കോടതി ഉത്തരവിട്ടു, അതിപ്പോ അത് ആരുടെ കല്ലറയായാലും പൊളിക്കണം, അല്ലെങ്കിൽ കോടതി കല്ലറ എന്നാണ് വിശേഷിപ്പിച്ചത്. അപ്പൊ കോടതി ഉത്തരവിടുന്നു, അത് പൊളിച്ചു മാറ്റണം. അതിൻ്റെ അകത്ത് ആ ഒരു ഉത്തരവ് കോടതി കൊടുക്കുന്നു. അങ്ങനെ കോടതി ഉത്തരവ് വന്നപ്പോൾ തന്നെ കുടുംബം ഒരു അയവിലേക്ക് എത്തി. ശരി, കോടതി പറഞ്ഞതല്ലേ, അപ്പൊ നമുക്ക് നിയമം പാലിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, അപ്പൊ അവർക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, പൊളിച്ചോട്ടെ എന്നൊരു ഒരു തീരുമാനത്തിലേക്ക് അവരും എത്തി. അങ്ങനെ കോടതി വിധി പ്രകാരം രാവിലെ പോലീസ് നേതൃത്വത്തിൽ ഒരുപാട് പോലീസിനെയാണ് അവിടെ നിന്ന് ഇറക്കിയത്. കാരണം ആദ്യം പൊളിക്കാൻ ചെന്നപ്പോൾ ഉണ്ടായ വലിയൊരു പ്രതിഷേധം, അതൊരു വിഷയങ്ങൾ തെറ്റി ഒരു വർഗീയപരമായിട്ടുള്ള തരങ്ങളിലേക്ക് വരെ ഈ ഒരു വിഷയം എത്തിയായിരുന്നു. ചേരിതിരി ഉണ്ടാക്കുന്ന തരത്തിലേക്ക് വരെ ഈ ഒരു വിഷയം എത്തിയായിരുന്നു. അപ്പൊ അത്രയും വലിയ പ്രതിഷേധം അന്ന് ഉണ്ടായതുകൊണ്ട് തന്നെ കോടതി നിർദ്ദേശപ്രകാരം കല്ലറ പൊളിക്കേണ്ട ആ ദിവസം ആയപ്പോഴേക്കും വലിയ പോലീസിനെയൊക്കെ വലിയ രീതിയിൽ വിന്യസിച്ചായിരുന്നു ഈ ഒരു കല്ലറ പൊളിക്കൽ, സമാധി പീഠം പൊളിക്കൽ നടന്നത്. സമാധി പീഠം പൊളിക്കുന്നു. അതിൻ്റെ അകത്ത് ഗോപൻ സ്വാമി അറിയാവുന്ന കുറച്ചുപേരുണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ നേതൃത്വത്തില്, കൗൺസിലർമാരുടെയൊക്കെ നേതൃത്വത്തില് ഈ ഒരു സമാധി പീഠം പൊളിക്കുന്നു. അതിൻ്റെ അകത്ത് മൃതദേഹം കാണുന്നു, ഐഡന്റിഫൈ ചെയ്യുന്നു, അത് പുള്ളിയാണ് എന്ന് പരിചയക്കാർക്ക് ഐഡന്റിഫൈ ചെയ്യുന്നു. പിന്നെ ഈ ശരീരം നേരെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി അവിടെ പോസ്റ്റ്മോർട്ടം ഒരു ഉച്ചയോടെയൊക്കെ പൂർത്തിയായപ്പോൾ തന്നെ മരണത്തിൽ അസ്വാഭാവികത ഇല്ല എന്നൊരു റിപ്പോർട്ട് ആ ഒരു ഉച്ചയോടെ തന്നെ കിട്ടിക്കഴിഞ്ഞിരുന്നു. അതിനുശേഷം ഇനി രാസപരിശോധനയ്ക്ക് ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയക്കുന്നു. എന്നിട്ട് അതിനുശേഷമാണ് ആ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മെഡിക്കൽ കോളേജിൽ നിന്ന് നേരെ നിംസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. അവിടെ ഒരു ദിവസം ഇരിക്കുന്നു. പിറ്റേ ദിവസം ഈ മെഡിക്കൽ കോളേജിന്റെ മുന്നിൽ വെച്ച് തന്നെ ഈ മകനും അതുപോലെ തന്നെ ചില സാമുദായിക നേതാക്കളും അദ്ദേഹത്തിന്റെ അവരുടെ കുടുംബത്തിന്റെ അഡ്വക്കേറ്റ് അടക്കമുള്ളവർ പറഞ്ഞു, ഇതൊരു മഹാസമാധിയായിട്ട് ഞങ്ങൾ നേരത്തെ സമാധിയായിരുന്നു, ഇനി ഞങ്ങളത് മഹാസമാധിയായിട്ട് അദ്ദേഹത്തെ അടക്കാൻ അല്ലെങ്കിൽ
അദ്ദേഹത്തിന്റെ സംസ്കാര ശുശ്രൂഷകൾ നടത്താൻ പോകുകയാണെന്ന് പ്രഖ്യാപിക്കുന്നു. പിറ്റേ ദിവസം ഈ നിംസ് ഹോസ്പിറ്റലിൽ നിന്നും ഇവരുടെ വീട്ടിലേക്ക് വരെ ഈ ഒരു ഗോപൻ എന്ന് പറയുന്ന വ്യക്തിന്റെ ഭൗതിക ശരീരത്തെ വലിയ റാലിയോടെ അല്ലെങ്കിൽ വലിയ ഘോഷയാത്രയോടുകൂടെ മതപരമായിട്ടുള്ള രീതിയിൽ തന്നെ ഇവിടെ കൊണ്ടുവരുന്നു. മഹാസമാധി ഒരുപാട് വലിയ സ്വാമിമാരും മത നേതാക്കന്മാരും എത്തിയായിരുന്നു ഈ മഹാസമാധി ചടങ്ങ് നടത്തിയത്. അപ്പോൾ ഇത്രയുമാണ് ശരിക്കും അവിടെ സംഭവിച്ചത്. അപ്പോൾ ഒരുപാട് വിവാദങ്ങൾ ഇപ്പോൾ ഈ നാട്ടിൽ നമുക്ക് നമ്മുടെ മതം അല്ലെങ്കിൽ നമ്മുടെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെ പാലിക്കാനുള്ള അല്ലെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു അധികാരം അല്ലെങ്കിൽ ഒരു അവകാശം നമുക്കുണ്ട് അല്ലെ. പക്ഷെ പലപ്പോഴും നമ്മളുടെ പല വിശ്വാസങ്ങളും നമ്മുടെ പല ആചാരങ്ങളും മറ്റുള്ളവർക്ക് ഒരു തമാശയായി അല്ലെങ്കിൽ ഒരു കളിയാക്കപ്പെടേണ്ടതായി അല്ലെങ്കിൽ എന്താ നമ്മളെ ഇത്രയും ഈ ഒരു നമ്മളിപ്പോ എത്തി നിൽക്കുന്നത് ഡിജിറ്റൽ യുഗത്താണ്. അപ്പൊ ഡിജിറ്റൽ യുഗത്തിൽ പലർക്കും പഴയ കാലത്തെ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അംഗീകരിക്കാൻ പറ്റില്ല, അംഗീകരിക്കാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയുണ്ട്. അപ്പോ ഒരുപാട് വിവാദം എന്നതിലുപരി ഒരുപാട് വിമർശനങ്ങൾക്ക് ഈ ഒരു സംഭവം ഈ മഹാസമാധി സംഭവമൊക്കെ ഒരുപാട് വിമർശനങ്ങൾക്ക് വിധേയമായിരുന്നു. അതായത് കുറച്ച് ഈ ഒരു ഡിജിറ്റൽ യുഗത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അതൊക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ചില ആചാരം അതൊക്കെ ഒരു പുതു കാഴ്ചയായിരുന്നു. ശരിക്കും നമ്മുടെ ഇത്രയും ഡെവലപ്പായ ഒരു കേരളത്തിലാണോ ഇതൊക്കെ നടക്കുന്നത് എന്ന ഒരു ചോദ്യങ്ങളൊക്കെ ആ സമയത്ത് വളരെ ശക്തമായതാണ്. എന്തായാലും ഈ ഒരു വിഷയത്തില് എന്താ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മാത്രമേ വന്നിട്ടുള്ളൂ. ആന്തരിക പരിശോധനാ ഫലം പുറത്തേക്ക് വരാനിരിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം കുടുംബത്തിന്റേതായിട്ടുള്ള താല്പര്യങ്ങൾ മുന്നോട്ട് പോകുമോ മറ്റെന്തെങ്കിലും നടക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കും.